ഇന്നലെ അന്വേഷിക്കണം കേട്ടോ നമ്മളെന്താ മണിക്കൂർ ഈ വണ്ടി ഇന്നലെ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചാവി എടുക്കാം. ഇത് ഇന്നലെ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവിടെ ബ്രേക്ക് ജാമാണെന്ന് വന്ന് നിർത്തി. അപ്പൊ അതിന്റെ ഹാൾ സെൻസർ പോയിക്കാണ്. ഇലക്ട്രിക് വാഹനമാണ്. അത് ഇന്നലെ രാത്രി പോയത് ഹാൾ സെൻസർ പോയിക്കാണ്. അത് ഇന്നലെ മാറ്റി അപ്പന്നൂരി മാറ്റി. ഇനി ഇവിടുന്ന് ഞാൻ വരച്ച അപ്പൊ ചിത്രം വരച്ചോണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെയാണ് ഇപ്പം വന്നത്. എന്റെ പേരെന്താ? റിൻഷാദ്. ഓഡിറ്റോറിയം ഇതിപ്പോ നമ്മള് ഷെഡ് ഇവിടെ നിർത്താനുള്ളത്. അതായത് ഇന്നലെ എന്റെ വീഡിയോ ഇതല്ല, ഇത് ഏറ്റവും കുറഞ്ഞത്. ഇവിടെ ഒരു പീസ് വരും. അത് വേണ്ടത് അവിടെ എനിക്ക് തൂക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഏറ്റവും കുറഞ്ഞ വരും. ഇതൊരു ഷീറ്റും കൂടി അവിടെ ഇടാണ്ട്. ഇതിന്റെ പ്രത്യേകത ഹൈലൈറ്റ് പറഞ്ഞാലല്ലേ ഇതിന്റെ ഒരു കമ്പനി ദ്രോഹിക്കാതെയാണ് ഇത് ഷീറ്റ് ഇടുന്നത്. അതായത് അവിടുന്ന് ഇത് കാണിക്കണില്ലേ, ഈ കമ്പ് മാത്രം കുറച്ച് കുടച്ചു കൊടുത്ത് അവിടുത്തെ ആക്കിയിട്ട് ഇതിന്റെ വാപ്പ കുഴിച്ചിട്ട് നെല്ലിമരാണ്. നിങ്ങൾ ഈവിന്റെ ലക്ഷ്യം മൊത്തം നടപ്പിലാക്കി. ഇത് വാപ്പ കുഴിച്ചിട്ട് നെല്ലിമരാണ്. അമ്മാവന്റെ ആണ് ഓഡിറ്റോറിയം. അപ്പൊ അതിന്റെ സെന്റിമെന്റ്സ് പ്രകാരം നശിപ്പിക്കാതാക്കിയത്. പിന്നെ അതിന്റെ ഉള്ളില് ഇതിപ്പോ ഞാൻ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് സീലിംഗ് ഞാൻ ചെയ്തതാണ്. അതായത് അതാ പ്രത്യേകത. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് വേസ്റ്റ് ഗ്ലാസ്സിൽ ഉണ്ടാക്കി അതേമാതിരി വെച്ച് അതിൽ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് റീയൂസ് ചെയ്താണ്ടല്ലേ. ഇതും വേസ്റ്റ് കിട്ടിയതാണ്. മേശന്റെ ഗ്ലാസ് പൊട്ടിയിട്ട് ഇത് ഇങ്ങനെ റൂമാണ്. ഇത് നമ്മുടെ വർക്കിംഗ് ടേബിൾ നിന്നിട്ട് ചെയ്യണമെങ്കിൽ ഇരുന്നിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അതിന് തിരുമ്മ മരം വരും. പിന്നെ ഞാനൊരു മെഷീൻ സ്വന്തം ഉണ്ടാക്കുന്നുണ്ട്. വണ്ടി പൊന്തി നിൽക്കണം മുമ്പിട്ടുന്ന ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതും അതേപോലെ തന്നെ പറഞ്ഞാല് ACB ബോർഡ് ചെയ്താണ്. ഇവിടെ സീൽ ചെയ്യണം. ഫാൻ ഇതാണ് നമ്മുടെ ഏരിയ. ഇതൊക്കെ ഏരിയ. അപ്പോൾ നമ്മളിത് ശരി ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈവിൻ്റെ എല്ലാ ഭാഗം ചാർജറോ അതല്ലെങ്കിൽ അത് റിമോട്ട് വർക്കായിരിക്കുക ജാമാകുകയോ എന്ത് കംപ്ലൈന്റ് ബന്ധപ്പെട്ട കാരണം അത്രയൊക്കെ ധൈര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനും ബേസിക് ഇലക്ട്രോണിക്സ് അറിയുന്ന ആളാണ്. അപ്പൊ എന്റെ ജോലി അതായിരുന്നു. ഭയങ്കര ഇതിൽ ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആ ജോലിയാണ് പോയി മൊബൈൽ വന്നതോടുകൂടെ കൊറോണ വന്നതോടുകൂടെ തീരുമാനമായി പോയി. അത് ഞങ്ങൾക്ക് അതില്ലാന്നില്ല കണ്ടീഷൻ വന്നു. അപ്പൊ എനിക്ക് കോഴി ഫാമും ക്വാർട്ടേഴ്സും ഒക്കെ ഉണ്ടായിട്ട് ജീവിക്കണം. പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കൊന്നും ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് സത്യത്തിൽ. അപ്പം ഇതേമാതിരി ട്രെൻഡ് മാറാൻ എനിക്കാണെങ്കിൽ ഇത് ക്രൈസായി. എന്തെങ്കിലും ചെയ്ത് പഠിക്കണതും എന്തും ഒരു ദിവസം പഠിക്കണം എന്നില്ല ആഗ്രഹിക്കണം. അപ്പം ഇത് ഇന്നലെ മാറ്റി ശരിയാക്കി വെച്ചാണ്. ഇന്നലെ തന്നെ ചെയ്തു, റിപ്പയർ ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻസിനെ പോയത് ചെറിയ പൈസ നേരായി കൊടുക്കണം. പിന്നെ നമ്മളൊന്നും സെറ്റാക്കിയില്ല. അത് ആരോ അറിഞ്ഞ് നമ്മൾ തുറക്കണതിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അപ്പുറത്തൊക്കെ സെറ്റാക്കും. ഇവിടെ ടൂൾസിൻ്റെ അത് വരും. ഇത് ടേബിളോ ഇവിടെ വണ്ടി കയറി മേശം കൂടിയ വണ്ടി നിൽക്കുക. കാരണം അപ്പൊ ഇത് ഈ ഞങ്ങളെ കൂടെ TV നേരാക്കി നടന്നുകൊണ്ടുണ്ടെങ്കിൽ പോലെ എനിക്ക് ഇവിടെ സർവീസിന് നിർത്താം. ഇലക്ട്രോണിക്സ് ഒക്കെ ശരിയാക്കാൻ. അതായത് ഓരോ സാധനം മാറ്റി ശരിയാക്കുന്നു. ഓരോ സാധനമാര് മൊബൈലിന്റെ ഡിസ്പ്ലേ മാറ്റി ടച്ച് മാത്രം മാറ്റി കൊടുക്കുന്ന മെഷീനില് അത് നേരാക്കുന്ന ആളുകൾ ഇവിടെ അല്ലത്രേ. അത് വെയിറ്റ് ഉള്ളത് 80 കിലോ വെയിറ്റ് ഉള്ളത് സാധനം ഒക്കെ ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് പോയത് കിട്ടി. അത് ഞാൻ റിപ്പയർ ചെയ്ത് അതിന്റെ JCBന്റെ സാധനങ്ങളിൽ വരും. ഭയങ്കര പ്രഷർ കീച്ചിന് അത് ശരിയാക്കി നമ്മൾ ഇതിന്റെ ഓലിപ്പോ ഗ്രൂപ്പിലൊന്നും ഇപ്പൊ ഒരു മെഷീൻ വരുന്നുണ്ട്. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ പൈപ്പ് സർക്യൂട്ടാണ്. അത് വാൽവുകളൊക്കെ ഓപ്പൺ ആകുക ഓൺ ആകുക അതൊക്കെ റിപ്പയർ ചെയ്യും. അത് മറ്റ് മെക്കാനിക്കുകൾ ചെയ്യാതെ ലോക്കിന്റെ എന്തെങ്കിലും സെൻട്രൽ ലോക്കിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കെ ഡീൽ ചെയ്യും. പിന്നെ നമ്മള് ഇവിടെ ചെയ്യാൻ പോണ ഇതൊക്കെ തന്നെ സീലിങ്ങിന്റെ ബാക്കി കുറച്ച് കൊണ്ടു വെച്ചിട്ടുള്ളൂ. അത് പഴയത് ഒപ്പിക്കാൻ നോക്കിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും പഴയ ടീം മെക്കാനിക്കുകളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങള് എന്റെ നമ്പർ ചോദിച്ചാൽ അറിയും. ഷാനു ബായ് അലനല്ലൂർ അല്ലെങ്കിൽ ഷാനു ആറാട്ടുതൊടി പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മെക്കാനിക്കല് കുറച്ച് അറിയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിക്കാനും വേറെ എവിടെയും പോകണ്ട. നല്ല പ്രോഫിറ്റിൽ ഇപ്പം അത് ചെയ്യാവുന്നുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യും. ഞാൻ എന്താ പറയുക, എനിക്കത് വലിയ എൻ്റെ ജ്യേഷ്ഠനും ഇതാ പഠിച്ചത്, ഞാനും ഇതാ പഠിച്ചത്. നമ്മളൊന്നും അല്ലാതായിപ്പോയി. ആദ്യം നമ്മൾ വലിയ പവറിലായിരുന്ന ആളുകൾ ഒരു VCRന്റെ ഹെഡിൽ ചളി അടഞ്ഞ വരെ നമ്മളെ വളരെ ബഹുമാനപൂർവ്വം വിളിച്ചുകൊണ്ടിരുന്ന നമ്മളെ പുച്ഛിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഫീൽഡ് ആൾറെഡി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ. എനിക്ക് പോൾട്രി ഫാം ഉണ്ട്,
8 ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ വാടക ഉണ്ട്. അപ്പോൾ ഞാൻ ജീവിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു പ്രചോദനം നിങ്ങൾക്ക് പറയണം. നിങ്ങൾ എന്നെ സമീപിച്ചോളി, നമുക്ക് EV സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക. എനിക്ക് ക്വാർട്ടേഴ്സുകളുണ്ട്, താമസിക്കാൻ റൂമുണ്ട്, വാടകയൊന്നും പ്രശ്നമില്ല, ഭക്ഷണം പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വന്നോളി. അല്ലെങ്കിൽ ഞാൻ കോഴ്സായിട്ട് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തു തരാം. ഞാൻ ഈ കോഴ്സ് പോയി പഠിച്ചതാണ്. എനിക്ക് ഭാഷ കുറേ 5-8 ഭാഷ അറിയാം. അപ്പോൾ എനിക്ക് ഏത് രാജ്യത്താണ് ഇത് കുറഞ്ഞ രൂപത്തിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല, അവിടെ പോയി പഠിച്ചു വന്നിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഇതെങ്ങനെ ചെയ്യുക, ബാറ്ററി ബൂസ്റ്റിങ് എങ്ങനെ. അപ്പോൾ ആരെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആളില്ല അത്ര കാലം നിൽക്കുക. അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഓലക്കൊക്കെ സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്നും ആവില്ല. അത് എടുത്തു കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് ബാറ്ററി അയച്ചുകൊണ്ട് ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ എനിക്ക് ഭാഷൻ്റെ കാര്യം പറഞ്ഞാൽ ഭാഷൻ്റെ പോലീസ് പറഞ്ഞല്ല. അപ്പോൾ ഗുജറാത്തിലെ ഇവരെ ഓല മദർ ടങ്ങിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കൾ ഓലൊക്കെയാണ്. ഒക്കെ ഈ ബിബിനൊക്കെ മരിലെ പിരാന്തന്മാരൊക്കെ എനിക്കും കുറച്ച് പിരാന്തുണ്ട്. ഞാൻ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി 21 ദിവസം കൊണ്ട് ഫുള്ള് ആച്ചിങ് അടുത്തേക്ക് വലിയ റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ്. ഫ്രിഡ്ജിൽ, പഴയ ഫ്രിഡ്ജിൽ ഫുള്ള് ഓട്ടോമാറ്റിക്. അതായത് നമ്മൾ ഇറക്കി വെക്കാനത് മുട്ടയിൽ വെച്ച് പോരുക, 21 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുക. അങ്ങനത്തെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കണം. ടെമ്പറേച്ചർ സെറ്റ് ആവും, ഹ്യൂമിഡിറ്റി ഓട്ടോമാറ്റിക് സെറ്റ് ആക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത് ചെയ്ത് 2-3 പ്രാവശ്യം കഴിഞ്ഞ് എനിക്കത് മടുക്കും. ഞാൻ ഡ്രോപ്പ് ചെയ്യും. അടുത്ത കണ്ടുപിടിക്കാൻ പോകും. ഇപ്പത്തെ ഞാൻ കണ്ടുപിടുത്തല്ല, ഇതൊരു ന്യൂ ജനറേഷന്റെ പുതിയ ജനാണല്ലോ ഈ വണ്ടി. അപ്പൊ എന്തായാലും ഇത് ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാരെ അതായത് ഹോംസിലോ അതിലോ അറിയാത്ത പോലെ ഇലക്ട്രോണിക്കിലെ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ജീവിക്കാൻ ഇതൊരു മാർഗമാക്കാം. ഞാനിത് വർക്ക് കഴിഞ്ഞില്ല, ഇന്നലൊക്കെ ഫുഡ് ഇവിടെ തന്നെ വെച്ചിരുന്നത്. അപ്പോൾ ഒരു മാർഗമാക്കാം. ഞാൻ അതിന് ട്രെയിനിങ് തരാം. നിങ്ങൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഫാൾട്ടുകൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ല, അതുകൊണ്ട് മറ്റ് EV മെക്കാനിക്കുകളോട് എന്നോട് സംശയം ചോദിച്ച് വിളിച്ചാൽ എനിക്ക് ഒരിക്കലും അതറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്കത് പറയാൻ തന്നെ അറിയില്ല, ബെല്ലൈക്കൺ ഞെക്കണം, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് അപ്പോൾ ഈ വീഡിയോ TV में अभी मैं हिंदी में चाहिए तो हिंदी में भी बोलेगा. जो आदमी जो है ना टेक्नीशियन वाला लोग है ना, वो हमारा TV वीडियो का VCR का काम करने वाला, उसमें VCR का जब काम करता है उसमें मैकेनिकल होता है ना, वो मैकेनिकल में फॉल्ट, वो ये मैकेनिकल और इलेक्ट्रिक दोनों मिक्स करके आ रहे हैं, इलेक्ट्रिक 3 वो मिक्स करके आ रहे हैं EV व्हीकल इसमें. इसलिए हम लोगों को ये काम करेगा, ये EV में फॉरवर्ड है. अभी मोबाइल में हम लोग अपडेट नहीं किया. अभी मैंने क्या किया, EV का कोर्स पूरा किया गुजरात जाके, उधर से वो सर्टिफिकेट लेके अभी मैं इधर दुकान खोल रहे. बहुत गाड़ी आ रही. कल एक गाड़ी आया था हमारा, वो दूसरे का LED का हमने बैकलाइट बदली किया, या ये स्क्रैच देगा कि बाईपास करके LED दे दिया, 500 रुपया दिया. पीछे दूसरे दिन वो 500 हमने खर्चा भी किया. दूसरे दिन वो उसके लिए आता है, वही फॉल्ट है काका, ये बना बोल के आ जाएगा. इसमें वो टेंशन नहीं है, वाटर प्रूफ करना है, ये वाइंडिंग भी हमको कर सकता है, इसलिए परेशान होने की कोई बात नहीं. मेरे को पर्सनली आप मैसेज कर लिए, ये आपको जो है ना मैं ट्रेनिंग देता हूँ. और मेरे को ट्रेनिंग में इसका इतना ये नहीं है, मैं अभी बताऊँ मेरे को तजुर्बा बहुत कम है, लेकिन मैं इलेक्ट्रिक का, इलेक्ट्रॉनिक का, इलेक्ट्रॉनिक्स एंड मैकेनिकल, तो तीनों में हमेशा करता, मैं पसंद करता है वो काम. दूसरा जो है ना, मैं जो भी काम हो, प्लम्बिंग का काम हो, वायरिंग का काम हो, शीट बनाना है, घर बनाना है, मैं किसी के पास नहीं जाता, मैं खुद काम करता. आप देखा होगा मैंने ये फोटो बना रहा था तो बाम्बू का, ये मेरा रूम है, ऑफिस है. इधर ये मामा का ही बिल्डिंग है ये, इसलिए उसको बोल के लिया, ऐसा ही पौधा बना के पड़ा हुआ था. अभी देख लो, अभी नेक्स्ट वीडियो. अभी मैंने देखो कल रात को ये गाड़ी आया, मैंने वो रात को ही बना के रखा. वो उसका मैंने जेमिनी से पूछा 2000 इसका सर्विस चार्ज है. मैंने जो पुरसा बना के डाला वो 3500 का है. मतलब कितना हो गया, मैं उससे सिर्फ लेगा अभी वो सामान, हमका सामान का पैसा सिर्फ मैंने उसका एक सेंसर बदला है, तीनों बदलने का जगह पे एक सेंसर. हमको इलेक्ट्रॉनिक वाले को वो आता है ना मीटर से, मल्टीमीटर से, वो इसलिए ये हम उसको 3500 बस ले लेगा. पुर्जे का माल पैसा नहीं दे, वो इतना थोड़ा उसका पैसा अकेला का और इसका काम का पैसा ले लेगा. बहुत कम में 3500 में ये बना के भेज देंगे. उसका चाबी मेरा लड़के ने कहीं रखा है, नहीं तो चला के भी दिखना था. ये अभी काम हो रहे, 1-2 दिन के बाद पूरा करके मैं वीडियो बनाने वाला वीडियो भी बना. मेरे को हिंदी आता है, इंग्लिश आता है, उर्दू आता है, तमिल आता है, बंगाली भाषा थोड़ा आता है,
सब आता मेरे को आता है इंग्लिश हिंदी मलयाളം बेटर तमिഴ് भी बेटर കന്നഡ भी സ്വല്പം മാതാടുത്ത് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് ഫോൺ ചെയ്ത് ഇതാക്കാം എൻ്റെ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളി 95 62 153 703 ഇത് ഞാനൊരു യഥാർത്ഥ വീഡിയോ എന്നല്ല ഞാൻ പാൻറ്റും ഷർട്ടൊന്നും ഇടാതെ വരുന്നത് ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ എനിക്ക് അങ്ങനെ വന്നാൽ EV ചെക്ക് ചെയ്ത് അപ്പോൾ ചെറിയ ഒരു മറ്റേ ഞാൻ പറഞ്ഞില്ലേ മൊബൈലിൻ്റെ വാക്യൂം വലിക്കണ മെഷീന് പറഞ്ഞില്ലേ ഡിസ്പ്ലേ മാറ്റുന്ന അതൊന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടിട്ടുണ്ട് അത് വരുന്നുണ്ട് അത് ഇഷ്ടംപോലെ വരാണ്ട് തിരൂരിന്നൊക്കെ അതും ഞാൻ വേണമെങ്കിൽ എനിക്ക് ട്രെയിനിങ് അത് വാൽവുകളും പൈപ്പിങ്ങുകളും മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ്